പാക്ക് ചെയ്ത് 1 കിലോയുടെ ഉപ്പാണ് നമ്മളിപ്പോൾ ഇതേ കാണുന്നത്. ബോർവെല്ലിൽ നിന്ന് വെള്ളം ഇതുണ്ടോ അടിച്ച് ഈ പൈപ്പിൻ്റെ അകത്തോടെ വന്നതുണ്ടോ. ഒരു സ്ലാബ് ഉണ്ടോ, ഈ സ്ലാബേ കൂടെ നൈസായിട്ട് അങ്ങ് ഒഴുകുവാണ്. ഇതുണ്ടോ, നമുക്കിങ്ങനെ കൈയിട്ട് വാരിയെടുക്കാം. ഇതുണ്ടോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും നമ്മളുണ്ടല്ലോ പതിവ് പോലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്താണ് സംഭവം എന്നറിയോ, നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഉപ്പ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നൊരു വീഡിയോ ആണ് കേട്ടോ നമ്മളിത് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ ഉപ്പ് നിർമ്മാണ കേന്ദ്രമായ തമിഴ്നാട് തൂത്തുക്കുടിയിലാണത് നമ്മൾ ഈ ഉപ്പ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നൊരു വീഡിയോ ചിത്രീകരിക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഉപ്പ് പാടത്ത് ഉപ്പ് വെള്ളം അടിച്ചൊഴിച്ച് അതിനെ ഫുള്ള് ഉണക്കിയെടുത്ത് അത് പാകത്തിനാകുന്ന സമയത്ത് അതിനെ വാരിയെടുത്ത് അത് ഫാക്ടറിയിലെത്തി പാക്ക് ചെയ്ത് എത്തുന്ന ഫുൾ വീഡിയോ ആണിത് നമ്മൾ ചിത്രീകരിക്കാനായിട്ട് പോകുന്നത്. ഇനി അപ്പോൾ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമ്മൾ നേരെ വീഡിയോയിലേക്ക്. നമ്മുടെ എല്ലാവരും ചിന്ത എന്താണെന്നറിയാം, എപ്പോഴും കടൽ വെള്ളം ഉപ്പാക്കി മാറ്റിയാണ് ഉപ്പ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മുടെയൊക്കെ ഒരു സ്വാഭാവികമായിട്ട് ആൾക്കാരുടെ എല്ലാവരും ധാരണ. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. ഇതുണ്ടോ, 100-200 അടി ആഴമുള്ള കുഴൽക്കിണറ്റിൽ നിന്നാണ് ഈ ഉപ്പ് വെള്ളം അടിച്ചത് പൈപ്പിൽ കൂടെ എടുക്കും. പൈപ്പിൽ കൂടെ എടുത്തിട്ടത് നമ്മുടെ ഉപ്പ് പാടത്തേക്ക് കൊണ്ടുപോയി ഒഴിക്കും ഈ മോട്ടർ അടിച്ച്. അപ്പോൾ അതിനെ പറ്റിച്ചിട്ടാണ് നമ്മുടെ ഉപ്പ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഇനി നേരെ അതിൻ്റെ പ്രോസസ്സിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ പണികളും കാര്യങ്ങളും എല്ലാം പരിചയപ്പെടാം. ബോർവെല്ലിൽ നിന്ന് വെള്ളം ഇതുണ്ടോ അടിച്ച് ഈ പൈപ്പിൻ്റെ അകത്തോടെ വന്നതുണ്ടോ. ഒരു സ്ലാബ് ഉണ്ടോ, ഈ സ്ലാബേ കൂടെ നൈസായിട്ട് അങ്ങ് ഒഴുകുവാണ്. എന്തിനാ ഈ സ്ലാബ് വെച്ചേക്കുന്നതെന്നറിയോ, ഇതിവിടെ എല്ലാം മണ്ണാണ്, ഇത് ഫുള്ള്. ഇത് വന്ന് കുത്തിച്ചാടി കലങ്ങാതിരിക്കാൻ വേണ്ടി കേട്ടോ. ഇതുണ്ട് നൈസായിട്ട് അവർ ഇതിൽ ഈ സ്ലാബേ കൂടെ അങ്ങ് ഒഴുകി പൊക്കോളും. അങ്ങനെ ഈ വെള്ളം ഈ പാടത്ത് ഫുള്ള് അങ്ങ് നിറച്ചിടുവാണ്, ഇങ്ങനെ നിറച്ചങ്ങിടും. ഇപ്പം നമ്മൾ ഈ കാണുന്നതുണ്ടോ, ഒരു ട്രാക്ടർ പോലെ ഒരു സാധനം വെച്ചിട്ട് ഇത് ഇങ്ങനെ ഇളക്കി കൊണ്ടുപോവാണ്. അത് എന്തിനാണെന്നറിയോ, ഈ ഉപ്പ് വെള്ളം ഇപ്പോൾ അടിച്ചൊഴിച്ചിട്ടില്ലേ, ഈ ഉപ്പ് വെള്ളത്തിന് ഇതിൻ്റെ അടിയിലേക്ക് വലിഞ്ഞു പോകാതിരിക്കാനും അതുപോലെ തന്നെ ഉപ്പ് വെള്ളത്തിന് കുറച്ച് ചൂട് കിട്ടാനും ഇങ്ങനെ നല്ലപോലെ ഇട്ട് അടിക്കുവാണ്. ഒരു ചൂട് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും, ഒരു ചൂട് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് പെട്ടെന്ന് ഉപ്പായി വരുമെന്നാണ് ഇവർ പറയുന്നത്. അതിനുവേണ്ടിയാണ് അത് ഞാൻ ഫസ്റ്റ് ഓർത്തത് ഇതിവർ ക്ലീൻ ചെയ്ത് പുതിയൊരു ഉപ്പുപാടം സെറ്റ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞ് നമ്മൾ വിചാരിച്ച്. പക്ഷേ ഇത് സംഭവം ഈ ഉപ്പ് വെള്ളം ഈ ഭൂമിക്കടിയിലേക്ക് വലിഞ്ഞു പോകാതിരിക്കാനും പ്ലസ് ഇതിനൊരു ചൂട് കിട്ടും, അത് നിലനിർത്താനും വേണ്ടിയാണിത് ഇവരിങ്ങനെ ചെയ്യുന്നത്. ഇതിന് ശേഷം ഇത് ഇങ്ങനെ വെയിലടിച്ച് കിടക്കുവാണ് കേട്ടോ. ഈ ഒരു ഉപ്പുപാടത്തെ ഫുള്ള് ഉപ്പ് ഏകദേശം ആയിട്ടുണ്ട്. ഇതുണ്ടോ നമുക്കിങ്ങനെ കൈയിട്ട് വാരിയെടുക്കാം. ഇതുണ്ടോ, സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു തിളക്കമാണ് കേട്ടോ ഇതിൽ. ഇപ്പോൾ ഇവിടെ ജോലിക്കാരൊക്കെ ഒരുപാട് പേരുണ്ട്. ഈ ഉപ്പെല്ലാം വാരിയെടുക്കുന്ന കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്.
ഇതുണ്ടോ ഉപ്പ് ഇത് ഫുള്ള് കിടക്കുന്നുണ്ടോ, മല പോലെയാണ് കിടക്കുന്നത്. ഇപ്പൊ ഈ കിടക്കുന്ന ഉപ്പിനെ ഫാക്ടറി കൊണ്ടുപോയിട്ട് ഇനിയിപ്പോൾ ശുദ്ധീകരിക്കുന്ന പ്രോസസ്സിംഗ് ആണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ടിപ്പറി വന്ന ഉപ്പ് ഇതേ ചേംബറിലേക്ക് ഉണ്ടോ ഫുള്ള് ലോഡ് ചെയ്തു. ഇതേ ലോഡ് ചെയ്തിട്ടു. ഇനി ഇതിന്റെ അടിഭാഗത്ത് ഒരു കൺവെയർ ഉണ്ട്. ആ കൺവെയറിൽ കൂടെ ഇത് റൺ ചെയ്ത് പോകും. അങ്ങ് മുകളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെയാണ് അയോഡൈസ് മിക്സ് ചെയ്യുന്ന പണികൾ. അത് കഴിഞ്ഞിട്ട് നേരെ ക്രഷിംഗ് യൂണിറ്റിലേക്ക് പോവാണ്. WHO പറഞ്ഞിരിക്കുന്ന പ്രകാരം ഉണ്ടല്ലോ ഈ ഉപ്പിൽ അയോഡിൻ ചേർക്കണമെന്നാണ്. അപ്പോൾ ഇത് ഒരു അയോഡിൻ നിറച്ചേക്കുന്ന ഒരു ടാങ്കാണ്. ഇതിൻ്റെ അകത്തുനിന്ന് ഈ ഒരു കംപ്രസർ മെഷീൻ്റെ സാന്നിധ്യത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നമ്മുടെ ഉപ്പിൻ്റെ കൺവെയർ റണ്ണ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്തൂടെ കറക്റ്റ് ഈ കൺവെയർ റണ്ണാകുന്ന സമയത്ത് തന്നെ ഈ പൈപ്പിൽ കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചാടിക്കൊണ്ടിരിക്കും. കറക്റ്റ് അളവാട്ടോ, കറക്റ്റ് അളവ് ചാടി ഈ ഉപ്പുമായിട്ട് മിക്സായി ഇങ്ങനെ ഈ കൺവെയറിൽ കൂടെ റണ്ണ് ചെയ്തും മുകളിലേക്ക് പോകുന്ന കാഴ്ചകളാണ് നമ്മളിത് കാണുന്നത്. അയോഡിൻ ചേർത്ത് വന്ന ഉപ്പിന് ഈ കൺവെയർ വഴി മുകളിലേക്ക് കയറി വരും. അപ്പോൾ ഈ ഉപ്പിനെല്ലാം പല വലുപ്പമാണ് കേട്ടോ. ഇതുണ്ടോ, പല വലുപ്പം ചെറുപ്പം പല വലുപ്പങ്ങളാണ്. അപ്പോൾ ഇതിനെല്ലാം ഒരു യൂണിഫോം സൈസിൽ ആക്കി മാറ്റുന്ന ഒരു ക്രഷിംഗ് യൂണിറ്റ് ആണ് ഇത് കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് ഈ എല്ലാ ഉപ്പുകളും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വീണ് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് ഒരേ അളവിൽ ഇതിനെ കറക്റ്റ് സൈസാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സ് ഇതിൻ്റെ അകത്ത് നടക്കുന്നു, ഈ ക്രഷിംഗ് യൂണിറ്റ് നടക്കുന്നു. അതിന് ശേഷം ഇതുണ്ടോ ഒരു ബ്ലേഡ് പോലെയുള്ള ഒരു കറങ്ങുന്ന സാധനം അതിലൂടെ പോയി വേറൊരു ടാങ്കിലേക്ക് വീണു. പിന്നെ പാക്കിംഗ് ആണ് നടക്കുന്നത്. ഇതാണ് ഫൈനലി എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് പാക്കിങ്ങിലേക്ക് വരുന്ന സെക്ഷൻ കേട്ടോ. ഇവിടെ വരുമ്പോഴാണ് പാക്കിങ്. ഇതുണ്ടോ, പാക്ക് ചെയ്ത് 1 കിലോയുടെ ഉപ്പാണ് നമ്മളിപ്പോൾ ഇതേ കാണുന്നത്. ഇത് കൺവെയർ വന്ന ഉപ്പ് ഓരോ കിലോയുടെ ഉപ്പ് കേട്ടോ. ഇതിപ്പം 25 എണ്ണം വെച്ചിട്ട് ഒരു ചാക്കിലേക്ക്
പാക്ക് ചെയ്യുന്നതാണ് കാണുന്നത്. ഇതുണ്ടോ, പാക്ക് ചെയ്യുന്നു. പാക്ക് ചെയ്തത് കേട്ടോ കിടക്കുന്നത് ഇത് നോക്കിയേ, ഒരുപാട് ചാക്കിൽ ഇത് നിറച്ചതുണ്ട്. ഇതെല്ലാം എക്സ്പോർട്ടിങ്ങിനും അതുപോലെ തന്നെ ഇന്ത്യയിലെ പല ഷോപ്പുകളിലേക്ക് പോകാൻ വേണ്ടി ഇതുണ്ടോ ഫുള്ള് അടുക്കി ഇട്ടേക്കുന്ന കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ ഒരു നീണ്ട പ്രോസസ്സിന് ശേഷം ഇത് നോക്കിയേ, ഉപ്പ് വെള്ളത്തെ ഇതേ നല്ല ഉപ്പിൻ്റെ തരികളാക്കി ക്ലീനാക്കി നല്ലതുപോലെ ഇതേ പാക്ക് ചെയ്തു. കണ്ടല്ലോ, ഉപ്പുണ്ടാക്കുന്ന ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് എല്ലാ അവസരവും ഉണ്ടാക്കി തന്നതുണ്ടല്ലോ ശരവണ സോൾട്ട് ഫാക്ടറിയാണ് കേട്ടോ. അവരോടും നമ്മൾ പ്രത്യേകമായി നന്ദി പറയുന്നു. അവരുടെ എല്ലാ കോൺടാക്റ്റും ഡീറ്റെയിൽസും നമ്മളിത് ഡിസ്ക്രിപ്ഷൻ വെക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും എത്തുന്നതാണ്. വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.